ലാൻഡ്സ്കേപ്പിൽ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഹായ്, ഞാൻ ജയരാജ് പിള്ളെ, മാനേജിംഗ് ഡയറക്ടർ, ഗാർഡേനിയ ലാൻഡ്സ്കേപ്പ്, കൊച്ചി. നമ്മൾ കേരളത്തിൽ ഒരുപാട് മഴയുണ്ട്, നമുക്ക് ചുറ്റും ഒത്തിരി വെള്ളമുണ്ട്. പക്ഷേ ശരിക്കും നമുക്ക് വെള്ളം ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലവും വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം രണ്ട് രീതിയിൽ എടുക്കാം, ഓട്ടോമാറ്റിക്കും മാനുവലും. മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ് വെച്ച് നനയ്ക്കുന്നതല്ല മാനുവൽ ഉദ്ദേശിക്കുന്നത്. ആ ഇറിഗേഷൻ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു ടൈമർ കാണും, കൺട്രോൾ പാനലും ടൈമറും വെച്ചിട്ട് നമ്മൾ കൃത്യം ഇൻ്റർവെല്ലിൽ രാവിലെയും വൈകിട്ടും എപ്പോഴാണെന്ന് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് ഇറിഗേഷൻ. മാനുവൽ എന്ന് പറയുമ്പം അതിന് ടൈമർ കാണത്തില്ല, പകരം നമ്മൾ വാൽവ്, എത്ര വാൽവാണോ ആ വാൽവിനെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷേ എഗെയിൻ അവിടെ നമുക്കൊരാളിനെ അതിനുവേണ്ടി അസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ്, ലേബർ ഓറിയൻറ്റഡുമാണ്. ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുകയാണ്, രാവിലെ ഇത്ര മിനിറ്റ്, വൈകിട്ട് ഇത്ര മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചെടികളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര ഡെപ്തിൽ മണ്ണ് നനയണം, അതനുസരിച്ച് നമുക്കതിനെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, രാവിലെ ഇത്ര മിനിറ്റ്, വൈകുന്നേരം ഇത്ര മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടൈമർ അനുസരിച്ച് അത് വർക്ക് ചെയ്തോളും. പിന്നെ ഇപ്പം മിക്ക വീടുകളിലും ഹോം ഓട്ടോമേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ളവർക്കാണെങ്കിലും അവരുടെ മൊബൈൽ വെച്ചുകൊണ്ട്, മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഇപ്പം മഴയുള്ള സീസൺ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സമ്മറിലാണെങ്കിൽ ടൈം ഡ്യൂറേഷൻ കൂട്ടണം, നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് ആരുടെയും ഹെൽപ്പില്ലാതെ വിദേശത്ത് നിന്ന് നമ്മുടെ മൊബൈലിൽ, അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ആളാണെങ്കിൽ അവരുടെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതാണ് അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ചെറിയ ഗാർഡനൊക്കെ ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഒരാളുണ്ടെങ്കിൽ ഒരു ഹോസ് വെച്ചിട്ടൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ വലിയ ഏരിയ, ഒരു വലിയ വീട് തന്നെ ആണെങ്കിലും ഒരു വലിയ ലാൻഡ്സ്കേപ്പാണ് അല്ലെങ്കിൽ ഒരു റിസോർട്ടാണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ആൾക്കാരെ നമുക്ക് ലേബർ ആവും, നമ്മുടെ ഒരാളിനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾക്കൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു കോളോ വരുന്ന പറഞ്ഞാൽ ഹോസ് അവിടെ ഇടും, ആ വഴിക്ക് ആൾ പോവും, കുറേ സമയത്തേക്ക് വെള്ളം വേസ്റ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ളത് വെള്ളത്തിനും സമയത്തിനുമാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു പ്രോപ്പർ ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെ പറ്റും. പക്ഷേ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ലോക്കായി കഴിഞ്ഞാൽ ഇറിഗേഷൻ്റെ ഡ്രോയിങ് നമ്മൾ അതിനൊപ്പം ഉണ്ടാക്കണം എന്നുള്ളതാണ്. താങ്ക് യു.